ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ചരിത്ര പ്രസിദ്ധമായ ചരിത്രമുറങ്ങുന്ന അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ 2026 തിരുനാളാഘോഷങ്ങൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കപ്പെടുകയാണ്. അതിരമ്പുഴ പള്ളി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് എങ്കിലും ഇവിടുത്തെ പ്രധാന തിരുനാൾ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടേതാണ്. നാടിൻ്റെ പൗരാണികത വിളിച്ചോതുന്ന നഗരപ്രദക്ഷിണത്തിൻ്റെയും ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ വെടിക്കെട്ടിൻ്റെയും മറ്റ് പ്രധാനപ്പെട്ട തിരുനാൾ കർമ്മങ്ങളുടെയും പ്രസക്ത ഭാഗങ്ങൾ ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക്, ഭക്തരിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ എത്തിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് മുടിയൂർക്കര SH ലാബിന് സമീപം പ്രവർത്തിക്കുന്ന നേത്ര സംരക്ഷണ രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമായ മുടിയൂർക്കര പള്ളി കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കൽ ഒപ്റ്റിക്കൽസിൻ്റെ സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരു നാടിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ആഘോഷമായ ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ ആഘോഷത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ പള്ളി വികാരി റവറൻ ഫാദർ മാത്യു പടിഞ്ഞാറേക്കുറ്റാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാൾ ആഘോഷിച്ചു വരികയാണ്. ഇന്ന് കൊടിയേറ്റ് കർമ്മങ്ങളോടുകൂടെ ഈ വർഷത്തെ 2026 ജനുവരി മാസത്തെ തിരുനാളിന് തുടക്കമായി. വളരെ സന്തോഷത്തോടെ ഹൃദ്യമായി നിങ്ങളെല്ലാവരെയും ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഈ ഒരു ഇടവകയുടെ മാത്രം ഒരു തിരുനാൾ ആഘോഷമോ ഒരു സന്തോഷം പങ്കുവയ്ക്കലോ അല്ല, മറിച്ച് ഇത് ഈ ദേശത്തിനാകെ കൂടുതൽ ഉന്മേഷവും സന്തോഷവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു ദേശത്തിൻ്റെ ഉത്സവമായി കൊണ്ടാടാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. അപ്പം നൂറ്റാണ്ടുകളായി സൗഹൃദം പേറുന്ന വലിയ സന്തോഷത്തോടെ നാനാജാതി മതസ്ഥർ ഒരു കൈ ചേർത്ത് വെച്ച് നടത്തുന്ന ഒരു ദേശത്തിൻ്റെ ആഘോഷമായ ഒരു തിരുനാളാണ് നമ്മുടെ സെബസ്ത്യാനോസ് സഹദായുടെ ഈ ഒരു തിരുനാൾ. അതിരമ്പുഴ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാളിന് അതിരമ്പുഴ ഞൊങ്ങണിയിൽ ട്രോഫീസ് ആൻഡ് മെമൻറ്റോസിൻ്റെ എല്ലാവിധ തിരുനാളാശംസകളും നേർന്നുകൊള്ളുന്നു.
നമുക്കറിയാം AD 835 ഈ അതിരമ്പുഴ ദേശത്ത് ഒരു ക്രൈസ്തവ ആരാധനാലയം പണിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇന്നുള്ള ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഇവിടെ കഴിയുന്ന ക്രൈസ്തവ സമൂഹം. 835 AD 835 ഇവിടെ ഒരു രാജവംശമാണ് നമുക്ക് ഒരു ആരാധനാലയം പണിയാൻ സ്ഥലവും അതോടൊപ്പം തന്നെ അത് നിർമ്മിക്കുവാനായുള്ള പണം ഉൾപ്പെടെ തരികയും ഒക്കെ ചെയ്തത് ഒരു രാജകുടുംബമാണ്. അപ്പം അതിൻ്റെ ചരിത്രരേഖകൾ പറയുന്നത് നമ്മുടെ കൊച്ചുപള്ളി, ഇവിടെ 2 ദേവാലയങ്ങളാണുള്ളത്. ഒന്ന് വലിയ പള്ളി, അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. മറ്റൊന്ന് കൊച്ചുപള്ളിയാണ്, സമീപത്തായിട്ട് തന്നെയുള്ള, രണ്ടും ചെറിയ 2 കുന്നുകളിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. ആ കൊച്ചുപള്ളി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. പ്രധാന തിരുനാളിൻ്റെ ആകർഷണം വലിയ പള്ളിയിലുള്ള വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുസ്വരൂപം ആഘോഷമായി തിരുനാൾ തുടങ്ങുന്ന ആ ദിവസം തന്നെ കൊച്ചു പള്ളിയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോയി അവിടെ 4 ദിവസം പ്രതിഷ്ഠിച്ച് ഭക്തകർമ്മങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകർഷണം. അപ്പം അതിലേക്ക് പോകുന്ന സ്ഥലത്ത് പടികൾ കയറി വേണം കൊച്ചു പള്ളിയിലേക്ക് കയറാൻ. ആ പടികൾ മുഴുവൻ ഇവിടെ ഈ പല നാനാജാതി മതസ്ഥരായവർ വന്ന് തലേന്ന് രാത്രി തന്നെ ചാണകം മെഴുകി നല്ല വൃത്തിയാക്കുന്ന ഒരു വലിയ ഒരു പൈതൃകമുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ സന്താനലബ്ധി ഉണ്ടാകും എന്ന് വലിയ രീതിയിൽ വിശ്വസിച്ച് ആ ഒരു കർമ്മം ചെയ്യുന്നവരാണ് ഏറെപ്പേരും. രാജകുടുംബം 835 നമുക്ക് ദേവാലയം നിർമ്മിച്ച് നൽകാൻ പോലും കാരണം ഇതായിരുന്നു എന്നാണ് രേഖകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാജകുടുംബത്തിൽ മക്കളില്ലാതിരുന്ന ഒരു അവസരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ ഇടയായത് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടതിനാലാണ് എന്ന് ചരിത്രം പോലും സാക്ഷ്യമായി നൽകുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് നാം കാണുന്ന നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ മുന്നിലുള്ള കൊച്ചുപള്ളിയുടെ മുന്നിലുള്ള പടികൾ. ഈ പ്രധാന തിരുനാൾ ദിവസം സഹദായുടെ തിരുസ്വരൂപമായി ചെല്ലുമ്പോൾ ഈ ചാണകം മെഴുകിയ മനോഹരമാക്കിയിരിക്കുന്ന പടികൾ കയറി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പതിവ് നമ്മുടെ ഈ ദേശത്തുണ്ട്. ഇതിൽ എല്ലാവരും പങ്കെടുക്കുകയാണ് പതിവ്. നമുക്കറിയാം 20-ാം തീയതി രാവിലെ ഉള്ള ശുശ്രൂഷയ്ക്ക് ശേഷമാണ് തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് അവിടേക്ക് കൊച്ചുപള്ളിയിലേക്ക് പോകുന്നത്. അപ്പം 19-ാം തീയതി വൈകുന്നേരം മുതൽ ഈ 20-ാം തീയതി പ്രദക്ഷിണം വരെയും ആ സമയം മുഴുവൻ, രാത്രി മുഴുവനും പ്രഭാതത്തിലും പുലർച്ചയും ഒക്കെ എത്തി ഭക്തർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ പ്രസിദ്ധമായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് കാക്കനാട് ഗ്രൂപ്പിൻ്റെയും TMK സോളാർ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. അപ്പോൾ ഇത് ഈ ദേശത്തിനാകെ നൽകുന്ന ഒരു വലിയ സന്ദേശം സ്നേഹത്തിൻ്റെതാണ്, സാഹോദര്യത്തിൻ്റെതാണ്, ഒരുമയുടേതാണ്. അപ്പം അങ്ങനെ അതിരമ്പുഴ ദേശവാസികൾക്കറിയാം ഈ ദേവാലയം എത്രമാത്രം സാഹോദര്യത്തോടെയാണ് എല്ലാവരെയും കാണുന്നത്, എല്ലാവരോടും കരുതലോടെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് ഈ തിരുനാൾ ഒരു നാടിൻ്റെ ആകെ വലിയ സ്വാധീനമായി മാറുന്നത് ഈ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനമുള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഈ തിരുനാൾ ദിവസങ്ങൾ പരിശോധിച്ചാൽ അറിയാം, എല്ലാ മനുഷ്യരും ഇങ്ങനെ കടൽ പോലെ ഒഴുകുന്ന ഒരവസരമാണ് ഈ തിരുനാൾ ദിവസങ്ങളിൽ നാം കാണുന്നത്. അത്രത്തോളം സ്നേഹം, താല്പര്യം, കരുതൽ ഈ ദേശവാസികൾക്ക് നമ്മുടെ ഈ ദേവാലയത്തോടും ദേവാലയ സമുച്ചയത്തോടുമുണ്ട്.
അതുതന്നെ പ്രകടമാണ് ഈ തിരുനാളിലുടനീളം. അതുകൊണ്ട് തന്നെ വളരെ വലിയ സന്തോഷത്തോടു കൂടെയാണ് നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ പ്രതിനിധികളും അതോടൊപ്പം തന്നെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അവരുടെ എല്ലാവരുടെയും പേരിൽ, കൈക്കാരന്മാരുടെയും കൊച്ചച്ചന്മാരുടെയും പിന്നെ ഞങ്ങളുടെ ബഹുമാനയുടെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു വലിയ ചരിത്രം ഉറങ്ങുന്ന നാടാണിത്. 835 ആരംഭിച്ച വലിയ ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. അപ്പോൾ ആ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഇന്ന് ഈ ദേശത്തെ ശ്രദ്ധേയമാക്കുന്ന ഒന്ന്. നമുക്കറിയാം, ഇതിനു മുമ്പ് നമുക്ക് ഇതുപോലെ വാഹന സൗകര്യങ്ങളോ റോഡോ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ നമ്മുടെ ആകെ ഉണ്ടായിരുന്ന യാത്രാമാർഗം ജലമാർഗമുള്ള യാത്രകളാണ്. അപ്പോൾ ഈ ജലമാർഗമായിരുന്നു കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലകളിലേക്കൊക്കെ ബന്ധപ്പെടുവാനായിട്ട് അതിരമ്പുഴ ചന്തക്കുളത്തിൽ വലിയ കേവ് വള്ളങ്ങളിൽ അവർ യാത്രക്കാരെത്തുകയും അവരുടെ സാധനങ്ങൾ മുഴുവൻ ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കോട്ടയം തുടങ്ങിയ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു സ്ഥലം ഈ അതിരമ്പുഴയാണ്. അപ്പം അങ്ങനെ വാണിജ്യപരമായും ഈ അതിരമ്പുഴയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അങ്ങനെ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ഈ കരയിൽ ഈ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ആരാധനാലയത്തിലെ ഓരോ വർഷത്തെയും തിരുനാളിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഈ 2026 ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പുണ്യവാളൻ്റെ നാമധേയത്തിലുള്ള ഈ തിരുനാൾ നടത്തുവാനും ഒപ്പം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് കഴിയുന്നു എന്നത് വളരെ വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചരിത്രം പേറുന്ന, ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ വർഷത്തെ തിരുനാളിനായി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾ നടത്തപ്പെടുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് ബേക്കറി വിപണന രംഗത്ത് വ്യത്യസ്ത രുചികളുടെ കലവറയായ കോട്ടയം ബേക്കേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള തിരുനാൾ മംഗളങ്ങൾ ഹാർദമായി നേരുന്നു. അതിരമ്പുഴയിലെ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പ്രശസ്തമായ തിരുനാളിന് MG യൂണിവേഴ്സിറ്റിൻ്റെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന പാൻമെഡ് ഹെൽത്ത് കെയറിൻ്റെ എല്ലാവിധ തിരുനാൾ ആശംസകൾ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാരുടെയും നാമത്തിൽ ആശീർവദിക്കണമെന്ന്. ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതിരമ്പുഴ പള്ളിയിലെ തിരുനാളിന് അതിരമ്പുഴയിൽ പ്രവർത്തിക്കുന്ന സാന്റാ മരിയ മെഡിക്കൽസിന്റെ എല്ലാവിധ തിരുനാൾ ആശംസകൾ. പ്രൗഢിയും പാരമ്പര്യവും പ്രശസ്തിയും ഒത്തുചേരുന്ന അതിരമ്പുഴ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് PK മാർട്ടിൻ്റെയും PK റെസിഡൻസിയുടെയും മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും തിരുനാൾ ആശംസകൾ. വിശ്വാസങ്ങൾ ഏത് തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഏറ്റവും വലുതാണ്. ഇന്നത്തെ കുട്ടികൾ നമ്മുടെ അതിരമ്പുഴ പള്ളിയിൽ തിരുനാൾ കൂടാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പം അവരുടെ ആ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് നമ്മളെ പേര്? ടെസ്സ ജോൺ. എന്താണ് ഇവിടുത്തെ വിശ്വാസങ്ങളെക്കുറിച്ച് നിങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും വിശ്വാസം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം നമ്മളതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. അത് ശരി. അതിരമ്പുഴ പള്ളി എന്ന് പറയുമ്പോൾ ചരിത്രം ഉറങ്ങുന്ന
ഒരു മണ്ണാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്കും കൂട്ടുകാർക്കും ഒക്കെ ആ വിശ്വാസം നല്ല ശക്തിയായിട്ടുണ്ട്. ആ ഉണ്ട്. ഞാനറിഞ്ഞ പള്ളി കോയറിലൊക്കെ പാട്ട് പാടുന്ന ആളാണെന്ന് അറിഞ്ഞല്ലോ. ആ ചെറുതായിട്ട് പാട്ട് പാടും. ചെറുതായിട്ട് പാട്ട് പാടും. ഒരു ചെറിയ 2 പേര് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. സ്നേഹമേകീടേണമേ മനം നീറുമ്പോൾ സ്നേഹിതനായി നീ വരണി ഏകനാകുമ്പോൾ ആരും കാണാതെ ഞാൻ കരയുമ്പോൾ ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ ദൈവമേ ആശ്രയം നീ മാത്രമേ, ദൈവമേ ആശ്രയം നീ മാത്രമേ. നല്ല പാട്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താണ് നമുക്ക് പറയാനുള്ളത്? പെരുന്നാൾ എല്ലാ വർഷങ്ങളും പെരുന്നാൾ കൂടാറുണ്ട്. എല്ലാ വർഷവും കൂടാറുണ്ട്. ഇവിടുത്തെ വെടിക്കെട്ട് ഏറ്റവും പ്രശസ്തമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വെടിക്കെട്ട് നടക്കുന്നത് അതിരമ്പുഴ പള്ളിയിലാണ്. അപ്പം അതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്ക് പറയാനുള്ളത്? കഴിഞ്ഞ വർഷം കണ്ടിരുന്നോ? കണ്ടില്ല. ഈ വർഷം കാണും. ഈ വർഷം. ശരി. എന്താണ് അവിടെ പേരെന്താണ്? എൻ്റെ പേര് ആൻ റോസ്. സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഏറ്റവും വലിയൊരു പെരുന്നാളാ കോട്ടയത്തെ, എനിക്ക് തോന്നുന്നു ആതിരമ്പുഴ പള്ളിയിലെ പെരുന്നാള്. അല്ല, എനിക്ക് സന്തോഷം എന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ തലമുറ ഈ യൂട്യൂബിനും അതേപോലെ തന്നെ വാട്സപ്പിനും മൊബൈലിനും ഒക്കെ ഇങ്ങനെ അഡിക്റ്റായി മാറുമ്പോൾ നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു. നിങ്ങൾ മറ്റുള്ള തലമുറയ്ക്ക് ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇവിടുത്തെ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് ഇവിടുത്തെ നമുക്ക് പരീക്ഷയൊക്കെ പേടിയൊക്കെ തോന്നുമ്പോഴത്തേന് സെബസ്ത്യാനോസ് സഹദായൊക്കെ വിളിച്ച് സംസാരിക്കാറല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ വിശ്വാസം വരും. എന്താണ് എനിക്ക് പറയാനുള്ളത്? എന്തെങ്കിലും ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരെയും സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് ആശംസകൾ നേരുകയാണ്. അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി. ബൈ. അതിരമ്പുഴ പള്ളിയിലെ തിരുനാളിന് അതിരമ്പുഴയിൽ പ്രവർത്തിക്കുന്ന മീറ്റ് യുവർ ബ്രിക്സിൻ്റെ എല്ലാവിധ തിരുനാൾ ആശംസകളും. വിശ്വാസത്തിൻ്റെ നിറവിൽ പ്രാർത്ഥനയുടെ മന്ത്രധ്വനികളുമായി മറ്റൊരു തിരുനാൾ കൂടി സമാഗതമായി. ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ മാർ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിലെ പാറോലിക്കലിൽ പ്രവർത്തിക്കുന്ന ദ ഡ്രൈവ് പ്രിയോണ്ട് കാർസ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള ഹൃദ്യമായ തിരുനാൾ ആശംസകൾ നേരുന്നു. അന്ധകാരകമായ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ
ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലിപീഠത്തിന്റെ മുൻപിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ വിശുദ്ധമായ എണ്ണ തയ്യാറാക്കണമെന്ന് മോശയോട് കൽപ്പിച്ച ദൈവമേ, ഈ തിരികളെയും ദയാപൂർവം ആശീർവദിക്കണമേ. അന്ധകാരങ്ങളെല്ലാം അകറ്റുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശവാനുമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ ഇന്ന് ധരിക്കുന്ന ഈ തിരുവസ്ത്രത്തെ അവിടുത്തെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ മുദ്രിതമാക്കണമേ. മാർ സെബസ്ത്യാനോസ് സഹദായുടെ പ്രാർത്ഥനാ മധ്യസ്ഥത്താൽ ഈ തിരുനാളേറ്റു നടത്തുന്ന ഇവരെ അണിയിക്കുന്ന ഈ വസ്ത്രങ്ങളെ അവിടുന്ന് ദയാപൂർവ്വം അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ഇവയെ ആവാസമാക്കുകയും ചെയ്യണമേ. ഇത് ധരിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധ റൂഹായുടെ ശക്തി ആവാസമായി ധാരാളമായി വളരുവാനും അങ്ങേ അനുഗ്രഹത്താൽ നിറയപ്പെടുവാനുമുള്ള കൃപയും അനുഗ്രഹങ്ങളും വരങ്ങളും ഇവരുടെ മേൽ ചൊരിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ എന്നേക്കും. ഏറെ പ്രശസ്തമായ അതിരമ്പുഴ പള്ളിയിലെ തിരുനാളിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും. ദീപമേ ദീപമേ കൂരിരുൾ നീക്കും പ്രകാശനിടത്തിൽ വന്നുദിച്ച ദിവ്യദീപം ഭൂവിനാശ നൽകിടുന്ന ദീപം ദീപം അളസീമകൾ തെളിഞ്ഞിടുന്നു താടടിഞ്ഞ കണ്ണുകൾ വിടർന്നിടുന്നു ദീപം ദീപം ദീപം. അതിപ്രസിദ്ധമായ അതിരമ്പുഴ പള്ളി തിരുനാളിന് 4 വർഷമായി അതിരമ്പുഴ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തിച്ചു വരുന്ന NPK ഗാർമെൻറ്റ്സിൻ്റെയും NPK കിഡ്സ് വേൾഡിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.
പ്രശസ്തമായ അതിരമ്പുഴ പള്ളിയിലെ തിരുനാളിന് പാറമ്പുഴ മോസ്കോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മാതാ മെഡിറ്റേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും. ചരിത്രമുറങ്ങുന്ന അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് നട്ടാശ്ശേരി സൂര്യകാരടി മനയ്ക്ക് സമീപം NSS ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് സ്പോട്ട് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള തിരുനാൾ ആശംസകൾ ഹാർദമായി നേരുന്നു. എൻ്റെ പേര് സുധീഷ് കുമാർ. ഞാൻ മാന്നാനം കുട്ടിപ്പടി ജംഗ്ഷനിൽ അശ്വിൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് അദ്വൈത ട്രേഡേഴ്സ് എന്നീ സ്ഥാപനങ്ങൾ നടത്തുന്നു. അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ തിരുനാളിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും തിരുനാൾ ആശംസകൾ അർപ്പിക്കുന്നു.
ആലുവട്ടത്തിൻ്റെ ബെഞ്ചാമരത്തിൻ്റെ ചുരുട്ടിയുടെ തീവട്ടിയുടെ രൂപങ്ങൾ സംവഹിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ ഈ പ്രദക്ഷിണം അതിരുടെ രാജ്യങ്ങളുടെ ധന്യമായിക്കൊണ്ട് കടന്നു വരികയാണ്. നിലകൊള്ളുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് അതിരമ്പുഴപ്പള്ളി. ഞാൻ സിബി വർക്കി, അതിരമ്പുഴ കൊച്ചുകുറിക്കൽ ഫിനാൻസിൻ്റെ ഡയറക്ടറാണ്. അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോനാസ് പള്ളിയുടെ തിരുനാളിന് അതിരമ്പുഴ ഡ്രീം ഹൗസ് എന്ന സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആശംസകളും. കൂടാതെ ഞങ്ങൾ ഏകദേശം ഒരു 24 വർഷത്തോളമായി ഈ സ്ഥാപനം നടത്തി പോരുന്നു. ആളുകളുടെ ഇഷ്ടാനുസരണം അവർക്ക് പ്ലാനുകൾ, അവരുടെ വാസ്തുപരമായി തന്നെ പ്ലാനുകളും വരച്ച് അതിൻ്റെ നിർമ്മാണവും ഏറ്റെടുത്ത് നല്ല ഭംഗിയായി തന്നെ ഞങ്ങൾ വീടുകൾ പണിത് ആളുകളുടെ സ്വപ്ന ഭവനങ്ങൾ തീർത്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അതിരമ്പുഴ ഫൊറോനാസ് പള്ളിയുടെ തിരുനാളിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് അതിരമ്പുഴയിൽ പ്രവർത്തിക്കുന്ന മാതാ ഫാൻസി പാർക്കിൻ്റെ തിരുനാൾ ആശംസകൾ. ഇത്രയും വർഷമായി ഞങ്ങളോട് സഹകരിച്ച അതിരമ്പുഴയിലെ ഓരോ വ്യക്തികൾക്കും, അതിനോടൊപ്പം തന്നെ ഞങ്ങളോട് തുടർന്ന് സഹകരിക്കുന്ന എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഞാൻ 36 വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ വന്നു പോകുന്നതാണ്. എനിക്ക് ഈ പള്ളിയിലായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോഴും അത് തന്നെ നിലനിന്ന് പോകുന്നത്. എൻ്റെ വിശ്വാസവും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കിതെൻ്റെ പുണ്യാളച്ച നടത്തി തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോഴും ഇതിനൊന്നിനും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ അങ്ങനെയൊന്നും എനിക്കില്ല. പക്ഷേ എനിക്കൊത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ അണപ്പ് വരും. അതുകൊണ്ട് എനിക്ക് ഉള്ള ബുദ്ധിമുട്ടുണ്ട്, കയറ്റം കയറാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കല്ലാതെ എനിക്ക് എപ്പോഴും ഈ പള്ളി വന്ന് സെബസ്ത്യാനോസ് പുണ്യാളനെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന പോലെ പറ്റുന്നില്ല എനിക്ക് നടക്കാനൊന്നും. ഞാൻ 15 വയസ്സ് മുതൽ അതിരമ്പുഴ നമ്മുടെ ലാബിൻ്റെ അടുത്ത ജ്യോതിസ്പാനിലും കാരുണ്യമഠത്തിലുമാണ്. സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ എല്ലാ പ്രദക്ഷിണത്തിനും പെരുന്നാളിനും ഒക്കെ വരും. എല്ലാ അസുഖങ്ങളും ഒക്കെ മാറി കിട്ടുന്നുണ്ട്. പകർച്ചവ്യാധികൾ ഒക്കെ അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾക്കുണ്ടാകുന്നില്ല. കൊറോണയൊക്കെ വന്നിട്ടാണേലും ഞങ്ങൾ സെബസ്ത്യാനോസ് പുണ്യാളനോട് പ്രാർത്ഥിച്ച് കൊറോണ ഞങ്ങളുടെ കുടുംബത്ത് വന്നെങ്കിലും എല്ലാവർക്കും ഒന്നും വന്നില്ല. നല്ല വിശ്വാസമാണ് സെബസ്ത്യാനോസ് പുണ്യാളനെ കുറിച്ച്. അതുകൊണ്ട് ഇപ്പം ഞാൻ ചൈനാസിലാണ് കരുന്നെടുക്കാനായിട്ട് ഇവിടെ വന്നതാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാളിന് എല്ലാ വർഷവും ജനുവരി മാസങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്ന് പങ്കെടുത്ത് നേർച്ച നടത്താറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പുണ്യാളൻ്റെ അനുഗ്രഹം കിട്ടി പല കാര്യങ്ങൾ സാധിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷം തന്നെ വരാറുണ്ട്. ഇതുവഴി കടന്നു പോകുമ്പോഴും ഇവിടെ അതിരമ്പുഴ പള്ളി കയറി പ്രാർത്ഥിച്ച് പോകാറുണ്ട്. നല്ലൊരു പ്രാർത്ഥിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ശക്തിയാണ് അതിരമ്പുഴ പള്ളിയിലുള്ളത്. അതിപുരാതനമായ അതിരമ്പുഴ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആശംസകൾ എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും പേരിൽ എല്ലാവർക്കും നേരുന്നു.
എൻ്റെ പേര് എൽസമ്മ. ഞങ്ങൾ അതിരമ്പുഴയിൽ വടക്കേടം ഫ്ലോറിൽ എന്ന സ്ഥാപനം നടത്തുന്നു. പ്രശസ്തമായ അതിരമ്പുഴ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് ശേഖരൻ. ഞാൻ അതിരമ്പ ശബരി വെസൽസ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന അതിരമ്പ പള്ളി പെരുന്നാളിന് എൻ്റെ വക എല്ലാ വക ആശംസകളും നേരുന്നു. സന്ദേശമാണ്. ഈ നൂറ്റാണ്ടിലെ എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്നവർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. 16ാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ഈ നൂറ്റാണ്ട് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാ മതവിശ്വാസത്തിന്റെയും പൊരുൾ ദൈവത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ അതിന്റെ അനുഭവം ഇന്ന് കാണാൻ കഴിയും. നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ ഈ ഗ്രഹണം ബാധിക്കാതിരിക്കാൻ മുതിർന്നവരായ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ദൈവഗ്രഹണത്തിന്റെ ഒരനുഭവവും ഉണ്ടാവാതിരിക്കാൻ വളർന്ന തലമുറയിൽപ്പെട്ട നമുക്ക് അവരുടെയൊക്കെ സംരക്ഷകരായി മാറാൻ നമുക്ക് കഴിയണം. സ്വാർത്ഥമായ ഒന്നിനും എന്റെ ദൈവാന്വേഷണത്തെ തടയാൻ സാധ്യതയുണ്ടാവരുത് എന്നാണ് ബെനഡിക്ട് 16ാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചത്. ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാവുന്നത് എങ്ങനെയെന്ന് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഓർത്തിരിക്കണം. എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ സമൂഹ ജീവിതത്തിൽ
ദൈവഗ്രഹണത്തിന്റെ യാതൊരു അടികളും ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നാം ഓരോരുത്തരും അംഗമായിരിക്കുന്ന മതസമൂഹത്തിലോ കുടുംബങ്ങളിലോ ദൈവഗ്രഹണത്തിന്റെ ഒരു സൂചന പോലും ഉണ്ടാവാൻ പാടില്ല എന്ന ഈ തിരുമുറ്റത്ത് ഒരു സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുസ്വരൂപത്തിൽ ഇങ്ങനെ ഹാരങ്ങൾ അണിയിച്ച് പുഷ്പമാലകൾ ചാർത്തി നിങ്ങൾ ആദരവ് കാണിക്കുന്നത് വലിയ സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ അടയാളം തന്നെയാണ്. ഈ അടയാളം കാണുമ്പോൾ നമുക്കൊരു കാര്യം തീർച്ചപ്പെടുത്താം: ഈ ദേശത്ത് ദൈവഗ്രഹണ ചിന്ത അന്യമാണെന്ന് തന്നെ ഉറപ്പിക്കാം. ഈ ദേശത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ മതജീവിതത്തിൽ ഒരു കാലത്തും ദൈവഗ്രഹണ ചിന്ത ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഇത് വിദ്യാഭ്യാസത്തിലൂടെ, സാഹോദര്യത്തിലൂടെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മതസ്നേഹം പുലർത്തുന്നതിലൂടെയും വളർത്തുന്നതിലൂടെയും ഈ ദൈവഗ്രഹണത്തെ മറികടക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും എന്നത് ഉറപ്പാണ്. സ്വാർത്ഥതയും മതസ്നേഹത്തെ ഒരു കാരണവശാലും ഈ ദൈവഗ്രഹണത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ദേശത്തുള്ള എല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിന്റെയും ആ സെബസ്ത്യാനോസ് സഹോദായുടെയും തിരുനാൾ ആശംസകൾ ഞാൻ സ്നേഹവായ്പകളോടെ അറിയിക്കുകയും നേരുകയും ചെയ്യുകയാണ്. ഓണന്തുരുത്ത് ആട്ടുകാരൻ കവലയിൽ പ്രവർത്തിക്കുന്ന H2O ഡ്രോപ്സ് ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദായുടെ തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ അതിരമ്പുഴ ഫെഡറൽ ബാങ്കിന് മുകളിൽ ലഹാന ബുട്ടിക് എന്ന സ്ഥാപനം നടത്തുന്നു. ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദായുടെ തിരുനാളിന് എൻ്റെയും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ കുടുംബത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവഗ്രഹണ സാധ്യത ഞാൻ പാടെ മാറ്റി നിർത്തുമെന്ന് ഉറപ്പാക്കാൻ ഈ സമൂഹത്തിന് കഴിയട്ടെ. ഇത്രയും കാലം, ഈ നൂറ്റാണ്ടുകൾ പോരുന്ന ഈ ദിവസങ്ങളിലെല്ലാം സാഹോദര്യം പുലരാൻ, മതസ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ഈ മണ്ണിന് കഴിഞ്ഞുവെങ്കിൽ ഈ മണ്ണിൽ മറ്റൊരു ദൈവഗ്രഹണം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ബാധ്യത നിസ്സാരമായി കാണരുത്. ഇത് എന്റെ പൂർവികരോടുള്ള
എന്റെ വിനീതമായ ഒരു ബാധ്യതയാണ്. ഇതിനു മുൻപ് ഈ നൂറ്റാണ്ടുകളായി ഈ മണ്ണിലേക്ക് നമ്മുടെ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്ന് തിരുസ്വരൂപങ്ങൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പൂർവികർ എത്ര ആദരവോടെയാണ് ഈ മണ്ണിലേക്ക് വരവേറ്റത്. ആദരവിന് യാതൊരു കോട്ടവും നാളിതുവരെയും സംഭവിച്ചിട്ടില്ല. ഓരോ വർഷവും ഇതിന്റെ പുതുമയും ഇതിന്റെ വലിമയും കൂടുന്നല്ലാതെ ഇതൊരിക്കലും കുറഞ്ഞു കാണുന്നതായി ഈ നാട്ടുകാർക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിക്കുന്നു, ഈ നാട്, ഈ നാട്ടുകാര് എന്നും ദൈവഗ്രഹണത്തിന്റെ പിടിയിൽ നിന്ന് മുക്തരാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് ചെറിയ നിസാരമായ ഒരു കർമ്മമല്ല. ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ, നിങ്ങളുടെ സാഹോദര്യത്തിന്റെ, നിങ്ങളുടെ മതസ്നേഹത്തിന്റെ അടയാളമാണ്. ഇന്നിവിടെ ഈ ദേവാലയ കവാടത്തിൽ നടത്തുന്ന ഈ പുഷ്പചക്ര ചാർത്തൽ. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, ഈ ദേശത്തിനാകെ സന്തോഷം നൽകുന്ന ഉത്സവമായി എന്തുകൊണ്ട് ഇത് മാറിയിരിക്കുന്നു എന്നതിന് ഇത് തന്നെയാണ് ഉത്തരം. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. പോകത്തൂർ ഡയഗ്നീസിൻ്റെ സ്വർലയ കൺവെൻഷൻ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അതിരമ്പുഴയ്ക്കടുത്ത് മൂഴിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിരമ്പുഴ പള്ളിയിലെ തിരുനാളിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ അതിരമ്പുഴ പള്ളിയിൽ എല്ലാ വർഷവും ആയിരങ്ങൾ പതിനായിരങ്ങളുടെ സാന്നിധ്യത്തിൽ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറുള്ള ഒരാളാണ് ഞാൻ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ചരിത്രം എല്ലാവർക്കും പാഠമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തുമുണ്ട പഞ്ഞം, പട, വസന്ത എന്നിവയ്ക്കെതിരെ പ്രതിരോധം തീർത്ത പുണ്യാളനാണ്. ആദിയും വ്യാധിയും ഈ മണ്ണിൽ നിന്നും അകറ്റുവാൻ വേണ്ടി ജനിച്ച വിശുദ്ധരായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അനുഗ്രഹം അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാളിലൂടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതോടൊപ്പം ചേരാൻ ഭാഗ്യം കിട്ടുന്ന അനേകരിൽ ഒരുവനാണ് ഞാനും. നമുക്കറിയാം, ഈ പെരുന്നാൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമാണ്. അതിരമ്പുഴക്കാരും മാത്രമല്ല, ഈ നാനാജാതി മതസ്ഥർ ഈ കോട്ടയം താലൂക്ക് മാത്രമല്ല, കോട്ടയം ജില്ലയിലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഓടിയെത്തുമ്പോൾ അവരൊക്കെ ആഗ്രഹസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ എത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഫലം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഇവിടെ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. ആ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ, ഈ നാടിനുണ്ടാകട്ടെ, സംസ്ഥാനത്തിനുണ്ടാകട്ടെ, രാജ്യത്തിനും ലോകത്തിനും ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അനുഗ്രഹം എന്നും യാചിക്കുന്ന ഒരു ഭക്തനെന്ന നിലയിൽ ഇവിടെ എല്ലാ വർഷവും വരുന്നു. വീണ്ടും വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. കോട്ടയം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് അതിരമ്പുഴയിൽ പ്രവർത്തിക്കുന്ന MC സ്റ്റോഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ തിരുനാൾ ആശംസകൾ നേരുന്നു.
എൻ്റെ പേര് ജോണി എന്നാണ്. ഞാൻ ഈ അതിരമ്പുഴ ഇടവകയിലെ ഒരു ഇടവാംഗവും അതുപോലെ തന്നെ ഒരു പ്രവാസിയുമാണ്. എല്ലാ വർഷവും, അതായത് ഞാനൊരു 20 വർഷക്കാലമായി വിദേശത്താണ്. കോവിഡ് കാലം ഒഴിച്ച് എല്ലാ വർഷവും ഞാൻ ഈ അതിരമ്പുഴ പള്ളി സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാളിന് എത്താറുണ്ട്. 1-2 വർഷം ഒഴിച്ച് ബാക്കി എല്ലാ പ്രാവശ്യം വന്ന് ആ അനുഗ്രഹം വാങ്ങിക്കുവാൻ വേണ്ടി വരുന്ന ഒരു എന്നെപ്പോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പ്രവാസികളും ഈ ഒരു കീഴ്വഴക്കം ഇവിടെ വന്ന് നമ്മളെ ആ പുണ്യാളുടെ അനുഗ്രഹം വാങ്ങി പോകുന്ന ഒരു കീഴ്വഴക്കം എല്ലാവരും തന്നെ പാലിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേശക്കഴിഞ്ഞതിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ 4 തെക്കൻ ഭാഗം, വടക്കും ഭാഗം, പടിഞ്ഞാറ്റും ഭാഗം, കിഴക്കും ഭാഗം എന്നിങ്ങനെ 4ആയിട്ട് ദേശം തിരിച്ചിട്ടുണ്ട്. ഏകദേശം 2600ഓളം ഇടഭാഗങ്ങളുള്ള ഈ ഒരു വലിയ ഇടവകയിൽ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലായി ഇങ്ങനെ ദേശക്കഴിഞ്ഞുകളുള്ളത്. അതിൽ ഞാൻ തെക്കൻ ഭാഗം ദേശക്കഴിഞ്ഞുകാരനാണ്. ഞാൻ അതിനു മുമ്പ് തന്നെ വന്ന് അതിലെല്ലാം പങ്കെടുത്ത എല്ലാ ദിവസങ്ങളും തന്നെ ഈ 8ാം ഇടം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ പുണ്യവാളുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നൊരു കീഴ്വഴക്കമുണ്ട്. അതിനേറെ സന്തോഷവും പിന്നെ പുണ്യാളിനോടുള്ള ഭക്തിയും എല്ലാം നമുക്കും ഈ നാട്ടുകാർക്കും ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗക്കാരും ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. അതിനുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഞാൻ മാത്യു മത്തായി, റോൺസ് എൻ്റർപ്രൈസസിൻ്റെ സ്ഥാപകൻ. ഞങ്ങളുടെ മെയിൻ ഐറ്റം ലോണ്ട്രി മെഷീൻസ്, ഹൈ വോളിയം ലോണ്ട്രി മെഷീൻസും അതിൻ്റെ ആക്സസറീസും സപ്ലൈ ചെയ്യാണ്. ഓൾ ഓവർ ഇന്ത്യ പ്ലസ് വി എക്സ്പോർട്ട് ടു യൂറോപ്യൻ, അമേരിക്ക, ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. അതിരമ്പുഴ പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരമ്പുഴ പുണ്യാളൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ സ്ഥാപനത്തിനുണ്ടായിരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടും നിർത്തുന്നു. വിളിച്ചാൽ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാൾ, അതേക്കുറിച്ച് പറയാൻ ഒരു ഫാമിലി നമ്മുടെ ഒപ്പം ഉണ്ട്. പഴയ തലമുറയിൽപ്പെട്ട ഒരു അമ്മയുടെ പേരെന്താണ്? എൻ്റെ പേര് ഏലിക്കുട്ടി. വിശ്വാസത്തെക്കുറിച്ച് സെബസ്ത്യാനോസ് സഹോദരൻ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് വിശ്വാസം വിശുദ്ധ സെബസ്ത്യാനോസിനെ പറ്റിയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്നതും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിയുന്നിരുന്നത് ഭയങ്കര അച്ചട്ടായിരുന്നു. എന്നെ കല്യാണം കഴിച്ച് എൻ്റെ അമ്മേനെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളവിടെ നിർത്തിയിട്ട് അമ്മ കടന്നില്ല. എൻ്റെ പുള്ളിയാൻ അടിക്കുന്നു, എന്നെ അവിടെ കൊണ്ടാക്കാൻ പറയുക. പിറ്റേ ദിവസം രാവിലെ ഇവിടെ കൊണ്ടുവന്നാക്കി. അത്രയ്ക്ക് വിശ്വാസമാണ്. പുണ്യാളിൻ്റെ കാര്യമേ പറയത്തുള്ളൂ. എല്ലാ വർഷവും പെരുന്നാളിന് വരാറുണ്ടോ? കിഴിച്ചപ്പോൾ മുടക്കിയല്ല, പെരുന്നാളിനല്ലേ എപ്പോഴേലും വന്ന് കഴിയുന്നുണ്ട്. ഇതുവരെ മുടക്കിയിട്ടില്ല. ജീവിതത്തിൽ പെട്ടെന്ന് ഓർമ്മിക്കുന്ന എന്താ അനുഭവങ്ങളുള്ളത്? പെട്ടെന്ന് നമുക്ക് ഓർക്കുമ്പോൾ ഒരുപാടുണ്ടാവും അല്ലേ? അസുഖങ്ങളൊക്കെ ഈ ചിക്കൻ ബോക്സ് അതൊന്നും ഇത്രയും വർഷങ്ങളായിട്ട് വന്നിട്ടില്ല. ഇല്ല, പഴയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നേരെ അടുത്ത വീട്. ശരി. എന്താണ് വിഷയം പറയാനുള്ളത്? പെട്ടെന്ന് പ്രസിദ്ധമായ ഒരു തിരുനാളാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നമ്മൾ വിവാഹം കഴിച്ചിട്ട് 45 വർഷമായി. ഇവിടെ നിന്നാണ് ഈ അതിരമ്പുഴ പള്ളിയുടെ നേരെ വാർക്കുന്നതാണ് കൊണ്ടുപോയത്. സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അതേ പിള്ളേരോട് പറയാം ഞാൻ നടന്ന ഇത് സ്കൂൾ ഒരു ടീച്ചറൊക്കെ അല്ലേ ഒന്ന് പറഞ്ഞു ഓർമ്മകളൊക്കെ പെട്ടെന്ന് പറയാം. ഞങ്ങളുടെ ഈ പഴയ പാട്ടുകളൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ അതെല്ലാം ഇപ്പോഴും പെട്ടെന്ന് അത് കുഴപ്പമില്ല, ടീച്ചറല്ലേ? ഓർമ്മ കിട്ടുന്നില്ല. ശരി, അപ്പൊ എല്ലാവർക്കും പുണ്യാളന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് എനിക്ക് പറയാനുള്ളത്?
ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ ഉള്ളപ്പോഴൊക്കെ. ഞങ്ങളിവിടെ ഇപ്പം ഞങ്ങളെല്ലാവരും നേഴ്സുമാർ രണ്ടുപേരും വെളിയിലാണ്, അപ്പം വരുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. അതിരമ്പുഴ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പെരുന്നാൾ അല്ലെങ്കിൽ തിരുനാൾ ആഘോഷമാകുമ്പോൾ വിദേശത്തു നിന്ന് പോലും ആളുകൾ വരുന്നു. അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ അതുകൊണ്ടല്ലേ വന്നത്, എല്ലാം ഇവിടെ വന്നപ്പോൾ കൂടാതെ പോയാൽ അതെ മിസ്സാകും, നമുക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. എവിടെയാണ് വർക്ക് ചെയ്യുന്നവരാണ്? ഞാൻ ഓസ്ട്രേലിയ. ശരി. അപ്പം ഇത് നേരത്തെ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ ആണല്ലേ? ശരി. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് നല്ലൊരു ഓർമ്മയാണ്. കൊച്ചിലെ തൊട്ട് എല്ലാവരും ഇവിടെ കൂടുന്ന ഒരു സമയം, എല്ലാവരും ഇവിടെ കൂടുമായിരുന്നു നേരത്തെ. അപ്പോൾ അതൊരു ഓർമ്മയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും വരും, അല്ലെങ്കിൽ ചാച്ചനും അമ്മ എല്ലാവരും എല്ലാ വർഷവും വരാറുണ്ട്. ശരി. എനിക്കൊന്നും മറ്റെങ്ങും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് പ്രവാസികൾ കൂട്ടമായിട്ട് അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാളിന് വരിക എന്നുള്ളത് അല്ലേ? വർഷങ്ങൾ മുമ്പേ ഒരുങ്ങും വരാനായിട്ട്. അങ്ങനെയാ, പുറത്തുള്ളവരെല്ലാവരും അങ്ങനെയാണ്. വന്നില്ലേലും എല്ലാവരുടെയും പേർക്കുള്ള കഴിന്ന് മുടക്കത്തില്ല. ശരി. അതിന്റെ പ്രത്യേകത എന്താ? ഈ കഴിയുന്ന ഞങ്ങൾക്ക് അത് ഭയങ്കര വിശ്വാസം. അതിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് എന്താണ് നമുക്ക് വിശ്വാസം? നമ്മൾ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സെബസ്ത്യാനോസിനെ വിളിച്ച് പ്രാർത്ഥിക്കും. രോഗങ്ങൾ വരുമ്പോഴും എല്ലാം ശരി ബുദ്ധിമുട്ടുകൾ വരുമ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങൾ പ്രവാസികളെ കണ്ടു. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. തിരുനാളിൻ്റെ ആശംസകളും തരും. ഓക്കെ, താങ്ക് യു. അതിരമ്പുഴ സെൻറ് മേരീസ് പള്ളിയിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് ആർക്കിഡെക് എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ മാനേജ്മെൻറ്റിൻ്റെ പേരിലുമുള്ള എല്ലാവിധ തിരുനാൾ ആശംസകളും ഹാർദമായി ആശംസിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ അതിരമ്പുഴ പള്ളി തിരുനാളിന് സംക്രാന്തിയിൽ പ്രവർത്തിക്കുന്ന വെൽടെക് പ്ലസിൻ്റെ എല്ലാവിധ ആശംസകളും.
സുഹൃത്തുക്കളെ, അതിരമ്പുഴയിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 32 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന വനിതാ ലേഡീസ് സ്റ്റോറിൻ്റെ ആശംസകൾ. അത് പ്രശസ്തമായ അതിരമ്പുഴ പള്ളി പെരുന്നാളിന് വേണ്ടി. അതിരമ്പുഴയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാളിന് എല്ലാവിധ സ്മാർട്ട് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ചിപ്പ് ലെവൽ സർവീസിംഗ് കുറഞ്ഞ ചെലവിൽ 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു തരുന്ന അതിരമ്പുഴയിലെ പ്രശസ്തമായ എം മൊബൈൽസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
സ്വീകാര്യമായി ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയമാ തൃത്വത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലിയിൽ അങ്ങ് സംപ്രീതനായി കാരുണ്യപൂർവ്വം ഇത് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ സഭയിൽ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കുവാൻ ഇടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗിതം സഭയിൽ നകറ്റണമേ. നമ്മുടെ ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. സത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ 14 പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധീശനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരുമൽമായ പ്രേക്ഷകരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് പ്രത്യക്ഷനാവുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളുടെ പരിശുദ്ധ മക്കളെല്ലാവരും ജീവൻ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും തൽപ്രവൃത്തികളും കൂടെ തിരുമുമ്പാകുള്ള ആരാധനയിൽ വളരാൻ ഇടയാക്കണമേ. പാപിമയോഗ്യനുമായ ദാസനെയും ഈ ബലി പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും വത്സരത്തിൻ്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്ത് മരിച്ചു പോയവർ നിത്യസൗഭാഗ്യം പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിൻ്റെ പിതാവായ ദൈവം എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ഇനി എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യമേൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സർവ്വത്തിൻ്റെ സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ പ്രസിദ്ധമായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് അതിരമ്പുഴ പ്രവർത്തിക്കുന്ന ചക്കാലക്കൽ ഹാർഡ്വെയർസിൻ്റെ ആശംസകൾ. ജനുവരി മാസം 25-ാം തീയതി നാളെ വൈകുന്നേരം നടക്കുന്ന വെടിക്കെട്ടിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു. നാളെ രാത്രി 8:30 വെടിക്കെട്ട് ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിൻ്റെ ലൈസൻസ് ശരിയാക്കി കിട്ടിയിരിക്കുന്നത്. ചെമ്പ്ളാവ് സെറ്റുകാരുടെ വെടിക്കെട്ടാണ് നാളെ നടത്തപ്പെടുന്നത്.
അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ അത്ഭുത പ്രവർത്തനായ വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരയുടെ തിരുനാളിന് സംക്രാന്തിയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സ്ഥാപനമായ ചെറുപുഷ്പം ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററി വെയർസിന് എല്ലാവിധ ആശംസകളും. വിശ്വാസികൾക്ക് ഏറെ ആത്മീയ ചൈതന്യം നൽകുന്ന ഏറെ പ്രശസ്തമായ അതിരമ്പുഴ സെൻറ് മേരീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരയുടെ തിരുനാളിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ലൈവ് ടിവിയുടെ എൻ്റെ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എവർക്കും ഇത് ഇഷ്ടമായി എന്ന പ്രതീക്ഷയോടെ വീണ്ടും മറ്റൊരു പ്രോഗ്രാമിലൂടെ കണ്ടുമുട്ടാം. നന്ദി.